In this class we study about frequency classification. See, the frequency classification is needed to determine the source of EMI. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് എങ്ങനെ വന്നു, ഏത് സോഴ്സിൽ നിന്നാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ടായത്. അത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ടാവേണ്ട സോഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമല്ലോ. സോ ഐ തിങ്ക് യു നോ ദി ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. സോ ദാറ്റ് we see now, and then we see the frequency classifications. You can see there, these are all the common electromagnetic source of interference, and this is radio TV broadcast. So ഇത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലേക്ക് വേരി ചെയ്യും. പിന്നെ ലാൻഡ്, സീ, എയർ, ലാൻഡ്, സാറ്റലൈറ്റ്, അതൊക്കെ ഓരോ പർട്ടിക്കുലർ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്രീക്വൻസീസ് ഉണ്ടാവും. പിന്നെ അറ്റ്മോസ്ഫിയർ ലൈറ്റ്നിങ് ഡിസ്ചാർജ്, പിന്നെ ഹൈ വോൾട്ടേജ് പവർ ലൈൻസ്, അതായത് 440 വോൾട്ടേജ് 440 kV ലൈൻസൊക്കെ. പിന്നെ നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഫ്ലോറസെൻ്റ് ലൈറ്റ്, പിന്നെ അഡ്ജസ്റ്റബിൾ സ്പീഡ് ഡ്രൈവ്സ്, പിന്നെ ഫേസും പിന്നെ ഗ്രൗണ്ട് വയറും, പിന്നെ നോയ്സസ് കപ്പിൾഡ് വിത്ത് പവർ, അതൊക്കെ നമുക്ക് ചെറിയ നോയ്സസൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ വേറെ ഇൻഡസ്ട്രീസിൽ നോക്കുകയാണെങ്കിൽ അതിൽ കൺട്രോളേഴ്സ്, പിന്നെ എക്വിപ്മെൻറ്റ്സ്. അപ്പം ഇങ്ങനെ പല സോഴ്സസും ഉണ്ട് ഇതിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ടാവാൻ. സോ മെയിനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന റേഡിയോ ആൻഡ് TV ബ്രോഡ്കാസ്റ്റ്. അതൊക്കെ റേഡിയോ വേവ്സ് നിങ്ങൾക്കറിയാമല്ലോ, എവിടെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്യൂൺ ചെയ്താലും റേഡിയോ സിഗ്നൽസ് നിങ്ങൾക്ക് ഇപ്പം കിട്ടും. സോ അങ്ങനെ റേഡിയോ ആൻഡ് TV ബ്രോഡ്കാസ്റ്റ് ഓപ്പൺ എയറിലെ കൂടിയാണ് സിഗ്നൽസ് നിങ്ങൾ കടത്തി വിടുന്നത്. അപ്പം അത് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും മെയിൻലി പവർ ലൈൻസിന് അത് ഇൻ്റർഫെയർ ചെയ്യും. സോ പിന്നെ അതേപോലെ സാറ്റലൈറ്റ്സ് നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ സാറ്റലൈറ്റിൻ്റെ ആ ഒരു ഡാറ്റ ഡയറക്റ്റായിട്ട് ഒരു സാറ്റലൈറ്റ് റിസീവിങ് സ്റ്റേഷനിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ അത് സാറ്റലൈറ്റ് റിസീവിങ് സ്റ്റേഷനിലേക്ക് അതേപോലെ ഫുള്ള് കോൺസെൻട്രേറ്റ് ആയിട്ടില്ല സെൻഡ് ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡാറ്റാസ് മുഴുവൻ സെൻഡ് ചെയ്യുമ്പോൾ ചെറിയ ഭാഗത്ത്, അതായത് ഇതൊരു സാറ്റലൈറ്റെന്ന് കരുതാം, സോ ഈ സാറ്റലൈറ്റിന് ഡാറ്റാസ് സെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് റിസീവിങ് സ്റ്റേഷൻ ഉണ്ടാവും. സാറ്റലൈറ്റ് റിസീവിങ് സ്റ്റേഷനിലേക്ക് മാത്രമല്ല ഡാറ്റ സെൻഡ് ചെയ്യുക, അത് പുറത്തേക്കും കൂടെ ആ ഡാറ്റാസ് സ്പ്രെഡ് ആവും. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ ഒരു ഡാറ്റ കൊണ്ട്, ഈ ഒരു വേവ് കൊണ്ട് ഇവിടെ ഒരു പവർ ലൈൻസ് ഉണ്ടെങ്കിൽ അതിനത് ഇൻ്റർഫെയർ ചെയ്യും. സോ അതൊരു പവർ ലൈൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ടൊരു ഇൻ്റർഫറൻസ് ഉണ്ടാകും. സോ അങ്ങനെ നിങ്ങൾക്ക് എന്താ പറയും, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഇവിടെ സാധിക്കും. ഓക്കെ. സോ അതേപോലെ ലാൻഡ്, സോ കമ്മ്യൂണിക്കേഷൻ ത്രൂ ആണ് കൂടുതലായിട്ടും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ. സോ നിങ്ങൾക്ക് കണ്ടു. സോ ആ ഫ്രീക്വൻസി റേഞ്ച് നോക്കുക. ഫ്രീക്വൻസി റേഞ്ച് വെച്ചാൽ 3 to 30 Hz detection of buried objects, communication with submarines or electrical power. So that is 30 to 300 Hz. അപ്പം പിന്നെ 300 to 3000 Hz പറയുമ്പം ടെലിഫോൺ ഓഡിയോ റേഞ്ച്, അൾട്രാ ഹൈ ഫ്രീക്വൻസി. സോ 3 to 30 kHz പറയുമ്പം നാവിഗേഷൻ, സോണാർ, വെരി ലോ ഫ്രീക്വൻസി. പിന്നെ 30 to 300 kHz പറയുമ്പം നാവിഗേഷൻ, റേഡിയോ, ബെയക്കോൺ. സോ അങ്ങനെ ഇപ്പോൾ ഷോർട്ട് വേവ് റേഡിയോ സിൽസൺ സ്പാൻഡ് നോക്കുമ്പോൾ 3 to 30 MHz. സോ ഈ റേഞ്ചിലായിരിക്കും കൂടുതലായിട്ടും എന്താ പറയുക സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു സിഗ്നൽസിൻ്റെ നമുക്ക് ഏത് ഫ്രീക്വൻസിയാണ്, ഫോർ എക്സാമ്പിൾ ഒരു 30,000 Hz എന്ന് നമുക്ക് കരുതാം. സോ 30,000 Hz ആണെങ്കിൽ അത് ഏത് ഹെർട്സിലായിരിക്കും? 30,000 Hz ആണെങ്കിൽ നോക്കുക, അത് 3 to 30 kHz വരും. സോ 30 to 30 300,000 kHz. സോ നാവിഗേഷനും റേഡിയോ, ബിയോകോൺ. സോ ഈ ഒരു പർട്ടിക്കുലർ ബാൻഡിലുള്ള ഒരു സിഗ്നലാണെന്ന് നിങ്ങൾക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഫ്രീക്വൻസി ക്ലാസിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫ്രീക്വൻസി ഏത് സോഴ്സിൽ നിന്നാണ്, അതായത് നാവിഗേഷൻ ത്രൂ, അതായത് നാവിഗേഷൻ വെച്ചാൽ ഒരു കപ്പലിൽ നിന്ന്
അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻ സാറ്റലൈറ്റ് ത്രൂ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നത്. സോ അതും നിങ്ങൾക്ക് ഒരു ഫ്രീക്വൻസിയാണ്. ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ മാത്രമേ അവർക്ക് ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യാൻ പാടുള്ളൂ. സോ അത് ചിലപ്പം ആ ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ചിലപ്പം നിങ്ങളെ പവർ ലൈൻസ് ആയിട്ട് ഇൻ്റർഫിയർ ചെയ്യും. സോ ഇറ്റ് മേ ഇൻറ്ററാക്ട് വിത്ത് ദി പവർ ലൈൻസ്. സോ then it will cause the interference called electromagnetic interference. Okay. So now we see next we see about the power frequency fields. So power frequency fields falls in the category of സൂപ്പർ ലോ ഫ്രീക്വൻസി. സോ പവർ ഫ്രീക്വൻസി ഫീൽഡ് പറഞ്ഞാൽ ഇത് സൂപ്പർ ലോ ഫ്രീക്വൻസിയിലാണ് ഇത് വരിക, 30 to 300 ഹെർട്സ്. സോ പവർ ഫ്രീക്വൻസി ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നോർമലി നിങ്ങളുടെ ഫ്രീക്വൻസി എത്രയാണ്, നോർമൽ AC ഫ്രീക്വൻസി എത്രയാണ്, 50 ഹെർട്സ് ആണ് അല്ലേ. സോ ഈ 50 ഹെർട്സിനെ നമ്മൾ എന്താ പറയുക, പവർ ഫ്രീക്വൻസി ഫീൽഡ്. സോ 30 to 300 ഹെർട്സ് ആണ്. സോ 30 to 300 ഹെർട്സ് നമ്മൾ ഇതിലേക്ക് മാറ്റും, പവർ ഫ്രീക്വൻസി ഫീൽഡ്സിലേക്ക് ക്ലാസിഫൈ ചെയ്യും. സോ പവർ ഫ്രീക്വൻസി ഫീൽഡ്സ് ഫാൾസ് ഇൻ ദി കാറ്റഗറി ഓഫ് സൂപ്പർ ലോ ഫ്രീക്വൻസി ഫീൽഡ്സ് ആൻഡ് ആർ ജനറേറ്റഡ് ബൈ ഫണ്ടമെൻ്റൽ പവർ ഫ്രീക്വൻസി വോൾട്ടേജ് ആൻഡ് കറൻറ്റ്സ് ആൻഡ് ദെയർ ഹാർമോണിക്സ്. അപ്പം അതിൻ്റെ ഹാർമോണിക്സ് പറയുകയാണെങ്കിൽ എന്താ, ഒരു ഫണ്ടമെൻ്റൽ വേവിൻ്റെ 5th ഹാർമോണിക്കിൻ്റെ എത്ര ഉണ്ടാവും ഫ്രീക്വൻസി, 5 into 50, അതായത് 250 ഹെർട്സ് ഉണ്ടാവും അല്ലേ. പിന്നെ അതേപോലെ 6th ഹാർമോണിക്ക് വെച്ചാലോ 6 into 50, 300 ഹെർട്സ് ഉണ്ടാവും. സോ അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു 30 to 300 ഹെർട്സിൽ 30 to 300 ഹെർട്സിൽ വരുന്ന അതും ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയും അതിൻ്റെ ഹാർമോണിക്സും രണ്ടും കൂടിയിട്ട് കിട്ടുന്ന ഫ്രീക്വൻസിനാണ് നമ്മളെന്താ പറയുക, പവർ ഫ്രീക്വൻസി ഫീൽഡ്സ് എന്ന് പറയാറ്. സോ പവർ ഫ്രീക്വൻസി ഇലക്ട്രിക്കൽ ഫീൽഡ്സ് ഡു നോട്ട് ഈസിലി കപ്പിൾ ടു അതർ സർക്യൂട്ട്സ് ത്രൂ സ്റ്റേ കപ്പാസിറ്റൻസ്. സോ സ്റ്റേ കപ്പാസിറ്റൻസ് ത്രൂ ഒരിക്കലും കപ്പിളിങ് ചെയ്യില്ല. പവർ ഫ്രീക്വൻസി കറണ്ട് സെറ്റ് അപ്പ് എ മാഗ്നറ്റിക് ഫീൽഡ്. സോ പവർ ഫ്രീക്വൻസി കറണ്ട് എന്ത് ചെയ്യും, കറണ്ട്സ് എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. ദാറ്റ് ആർ ഫ്രീ ടു ഇൻറ്ററാക്ട് വിത്ത് അതർ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. ആ മാഗ്നറ്റിക് ഫീൽഡ് അതർ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ക്യാൻ ഇൻഡ്യൂസ് നോയ്സ് വോൾട്ടേജസ് അറ്റ് ദി പവർ ഫ്രീക്വൻസി. സോ അതെന്താ ചെയ്യുക, സോ അത് ഈസി ആയിട്ട്, സോ പവർ ഫ്രീക്വൻസി ത്രൂ വെച്ചാൽ ഒരു പർട്ടിക്കുലർ കണ്ടക്ടർ എന്ന് കരുതാം. കണ്ടക്ടറുടെ ഫ്രീക്വൻസി നിങ്ങൾക്ക് 50 ഹെർട്സ് ആണ്. സോ ഈ 50 ഹെർട്സിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, 50 ഹെർട്സിൽ ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും. അതെന്ത് ചെയ്തു, അത് അടുത്തുള്ള ഒരു പർട്ടിക്കുലർ ഇക്വിപ്മെൻറ്റ്, ഒരു ചെറിയൊരു ഇക്വിപ്മെൻറ്റ് നിങ്ങളവിടെ പ്ലേസ് ചെയ്തില്ലെങ്കിൽ ആ ഇക്വിപ്മെൻറ്റായിട്ട് എന്ത് ചെയ്തു, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ്റർഫിയർ ചെയ്യും. free to interact with other electrical circuits and can induce noise voltage at the power frequency. So ഇതിൻ്റെ പവർ ഫ്രീക്വൻസി എത്ര, 50 ഹെർട്സിൽ ഒരു നോയ്സ് വോൾട്ടേജ് ഈ ഇക്വിപ്മെൻറ്റിന് ഇൻഡ്യൂസ് ചെയ്യാം. സോ ഇതൊരു സിഗ്നൽ ഇക്വിപ്മെൻ്റ് ആണ് കരുതുക, ഇതൊരു സിഗ്നൽ ഇക്വിപ്മെൻറ്റ്. സോ ദാറ്റ് ഈസ് CRO എന്ന് കരുതുക. സോ ഇതിലേക്ക് കൂടെ ഒരു 100 ആംപിയർ ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് കരുതുക. സോ ഈ 100 ആംപിയറിൻ്റെ ഒരു കണ്ടക്ടർ ഇവിടെ സൈഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് നിങ്ങളിവിടെ CRO ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പറയുമ്പോൾ ഈ CROൻ്റെ റീഡിങ് കറക്റ്റ് ആവണമെന്നില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഈ CRO ആയിട്ട് ഇൻ്റർഫിയർ ചെയ്തുകൊണ്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് കൂടുതൽ ഡിസ്റ്റൻസിൽ ഈ CRO പ്ലേസ് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിനെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഔട്ട് സൈഡ് വേണം നിങ്ങളുടെ വെക്കാൻ. ഓക്കെ, സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈ മാഗ്നറ്റിക് ഫീൽഡിന്, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഈ ഇക്വിപ്മെൻറ്റിനെ എന്താ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നുമില്ല, ഒരു പവർ ഫ്രീക്വൻസി ഫീൽഡ് പറയുകയാണെങ്കിൽ 30 to 300 ഹെർട്സ് ആണ്. അപ്പോൾ 30 to 300 ഹെർട്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ 30 to 300 ഹെർട്സിൽ 30 to 300 ഹെർട്സ് ആണ്. ആ 30 to 300 ഹെർട്സിൽ അത് ഉണ്ടാവുന്ന എന്താ വെച്ചാൽ 30 to 300 ഹെർട്സ് ആണ് പവർ ഫ്രീക്വൻസി ഫീൽഡ്സ്, 300 ഹെർട്സ് ആണ്. സോ ഈ 30 to 300 ഹെർട്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വരുന്നത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ്, 50 ഹെർട്സ് ഉണ്ടാവും. ഈ 50 ഹെർട്സിൻ്റെ ഹാർമോണിക്സ് പറയുകയാണെങ്കിൽ 6th ഹാർമോണിക് വരെ ഇതിലുണ്ടാവാം, 6th ഹാർമോണിക്സ് വരെ ഉണ്ടാവുക. 6th ഹാർമോണിക് വെച്ചാൽ എന്താണ്, 6 into 50, അപ്പോൾ എത്ര കിട്ടും, 300 ഹെർട്സ് വരെ കിട്ടും.
അല്ലേ, 300 ഹെർട്സ് വരെ കിട്ടും. സോ 6 × ഹെർട്സ് 300 ഹെർട്സ് വരെ ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇങ്ങനെ 300 ഹെർട്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫ്രീക്വൻസി ഫീൽഡ്സ് ഇവിടെ ഉണ്ട്. സോ പവർ ഫ്രീക്വൻസി ഫീൽഡ്സ് ഉണ്ട്. സോ അതെന്താ ചെയ്യാൻ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു കറണ്ട് 100 ആംപിയർ ഒരു കണ്ടക്ടറിൽ കൂടെ ക്യാരി ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ അക്രോസ് ഒരു ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. ആ ഫീൽഡ് എന്ത് ചെയ്യും വെച്ചാൽ ഇക്വിപ്മെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ആ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരു നോയ്സ് ഇതിൽ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ നോയ്സ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, നോയ്സ് വോൾട്ടേജസ് അറ്റ് ദി ഇൻഡ്യൂസ് ചെയ്യുന്ന ഏത് ഫ്രീക്വൻസിയിലാണ്, പവർ ഫ്രീക്വൻസിയിലാണ്. സോ അത്രേ ഇവിടെ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കണമെന്ന് വെച്ചാൽ, ഇനി നോക്കേണ്ടത് അതിനെക്കുറിച്ചിട്ട് തന്നെയാണ്. So in a power circuit, the magnetic fields caused by the currents in the supply and in the return wires essentially cancels outside the space occupied by the wires. However, the magnetic field can exist in the space between the wires. So ഇത് എന്താണെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു രണ്ട് കണ്ടക്ടർ ഉണ്ട്. ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഒരു കണ്ടക്ടറിൽ കറണ്ട് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ അക്രോസ് എന്ത് ചെയ്തു, ഒരു മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടായി അല്ലേ, ഇതിൻ്റെ അക്രോസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. സോ ഇവിടെ എന്താ സംഭവിക്കുക, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. സോ ഇതിൻ്റെ ഡയറക്ഷൻ ഫീൽഡ് ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ രണ്ടും ഇത് രണ്ടാമതെന്ന് വെച്ചാൽ, സോ ദ പവർ സർക്യൂട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് കോസ്ഡ് ബൈ ദി കറണ്ട് ഇൻ ദി സപ്ലൈ ആൻഡ് റിട്ടേൺ. ഇതെന്താ, ഇത് സപ്ലൈ വയറും ഇത് റിട്ടേൺ വയറും. ഇത് റിട്ടേൺ വയറാണ്. However, cancels outside the space occupied by the wire. സോ ഈ ഒരു സ്പേസിൽ ഇത് ക്യാൻസൽസ് ഔട്ട് ആവും. ഈ ഒരു സ്പേസിൽ ഇത് ക്യാൻസൽസ് ഔട്ട്സൈഡ്. സോ ഈ ഔട്ട്സൈഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഭാഗമാണ്. സോ ഔട്ട്സൈഡ് ഇസ് ദിസ് വൺ. ആൻഡ് however, the magnetic field can exist in the space between the wire. So magnetic field can exist എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് magnetic field ഉണ്ടാവും. So magnetic field will exist in the space between the wires. So ഇതാണ് ഈ രണ്ട് സ്പേസാണ് ഇതിവിടെ കാണുന്നത്. സോ സ്പേസ് ബിറ്റ്വീൻ ദി വയർ ഇസ് കോൾഡ് ആസ് ഡി. സോ ഈ സ്പേസ് ബിറ്റ്വീൻ ദി വയറിൻ്റെ അക്രോസ് എന്ത് ചെയ്തു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്തു. ഇത് വേണമെങ്കിൽ, അതായത് ഔട്ട്സൈഡ് വേണമെങ്കിൽ ക്യാൻസൽ ഔട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ. സോ typically power wiring to a piece of equipment is self-contained with the line, neutral and ground wires all installed within the same contact. The net EMF, electromagnetic force outside the contact with this arrangement is negligible. അതായത് ഒരേ കോണ്ടാക്റ്റിനുള്ളിൽ ഫേസും ന്യൂട്രലും ഗ്രൗണ്ടും വയറും മൊത്തം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്സൈഡ്, അത് കോണ്ടാക്റ്റിൻ്റെ പുറത്ത് അതിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് നെഗ്ലിജിബിൾ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് ലോങ് പാരലൽ റൺസ് ഓഫ് പവർ ആൻഡ് സിഗ്നൽ സർക്യൂട്ട്സ്. സോ ലോങ് പാരലൽ റൺസ് എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടക്ടർ, അതായത് ഒരു സിഗ്നൽ ലൈൻസ് എന്ന് വെച്ചാൽ ഇത് ഒരു റെഡായിട്ട് കാണുന്നതാണ് നിങ്ങളുടെ പവർ ലൈൻസ്, പച്ച വരച്ചാണ് സിഗ്നൽ ലൈൻസ്. സോ ഈ പവർ ലൈൻസും സിഗ്നൽ ലൈൻസും പാരലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കഴിയുന്നതും കൊണ്ടുപോകരുത്. എന്നുവെച്ചാൽ പവർ ലൈൻസിൻ്റെ ഫ്രീക്വൻസി സിഗ്നൽ ലൈൻസുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യും. സോ ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് ടു അവോയ്ഡ് ദി ലോങ് പാരലൽ റൺസ് ഓഫ് പവർ ആൻഡ് സിഗ്നൽ സർക്യൂട്ട്സ് ആൻഡ് സിഗ്നൽ വയർസ്. Also, the power and signal circuit should be brought into the enclosure via separate raceway or conducts. ഒരു സെപ്പറേറ്റ് കോണ്ടാക്ട്സ് ത്രൂ ആണ് അത് റൺ ചെയ്യേണ്ടത്. These steps helps to minimize the possibility of low frequency noise coupling between power and signal circuits. So ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പവറും സിഗ്നൽ സർക്യൂട്ട്സും തമ്മിൽ ലോങ് റൺ അവോയ്ഡ് ചെയ്യുക എന്നാണ് ഏറ്റവും നല്ലത്.
So next we see about the high frequency interference. So the term high frequency interference is the term EMI is commonly associated with high frequency noise. So EMI എന്നുവെച്ചാൽ എന്താണ്, ഒരു ഹൈ ഫ്രീക്വൻസി നോയ്സ് തന്നെയാണ്. സോ ഹൈ ഫ്രീക്വൻസി നോയ്സുമായിട്ട് അസോസിയേറ്റഡ് തന്നെയാണ് കൂടുതലും അത് EMI. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയാം, ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് കൂടുതലായിട്ട് വരുന്നത്, അതായത് ഈ 30 to 300 Hz കമ്മ്യൂണിക്കേഷൻ വിത്ത് സബ്മറൈൻസ് ആൻഡ് ഇലക്ട്രിക്കൽ പവർ. സോ ഈ ഇലക്ട്രിക്കൽ പവർ 30 to 300 Hz ഉള്ളത് കൊണ്ടാണ് അത് പവർ ഫ്രീക്വൻസി ഫീൽഡ്സ് എന്ന് പറയാൻ കാരണം. സോ ഇത് ഹൈ ഫ്രീക്വൻസി ഫീൽഡ് എന്ന് വെച്ചാൽ വെരി ഹൈ ഫ്രീക്വൻസി. സോ ഹൈ ഫ്രീക്വൻസി പറയുമ്പോൾ 3 MHz തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് 300 GHz വരെ ഉണ്ട്. 3 MHz തൊട്ട് 300 GHz വരെ ഉണ്ടാവുന്ന ഫ്രീക്വൻസി നമ്മൾ എന്താ പറയുക, ഹൈ ഫ്രീക്വൻസി ഫീൽഡ്സ് എന്ന് പറയാം. അതിൽ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഹൈ ഫ്രീക്വൻസി, വെരി ഹൈ ഫ്രീക്വൻസി, അൾട്രാ ഹൈ ഫ്രീക്വൻസി, സൂപ്പർ ഹൈ ഫ്രീക്വൻസി, എക്സ്ട്രാ ഹൈ ഫ്രീക്വൻസി എന്നൊക്കെ ഉണ്ട്. സോ അതൊക്കെ പല അപ്ലിക്കേഷൻസിലാണ് വരുന്നത്. അതായത് ഒരു ഹൈ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഷോർട്ട് വേവ് റേഡിയോ സിഗ്നൽസ്, സിറ്റിസൺസ് ബാൻഡ്, ടെലിവിഷൻ, FM, പോലീസ്, മൊബൈൽ. സോ ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ വരുന്നത് 30 to 300 MHz ആണ്. സോ 95.4 MHz നിങ്ങൾ ഇത് റേഡിയോ FM ട്യൂൺ ചെയ്യാനൊക്കെ നിങ്ങൾ റേഡിയോയിൽ മാംഗോ അങ്ങനെ പല ഒരു റേഡിയോ സ്റ്റേഷൻസ് നിങ്ങൾക്ക് പാട്ട് കേൾക്കാം അല്ലേ. സോ അതൊക്കെ ആ റേഡിയോ ഫ്രീക്വൻസിയൊക്കെ എത്ര ഹെർട്സിലുണ്ടാവും, ഒരു 30 to 300 MHz ആ റേഞ്ചിലായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അതായത് 3 MHz തൊട്ട് 300 GHz വരുന്ന ഫ്രീക്വൻസി നമ്മൾ എന്താ പറയുക, ഹൈ ഫ്രീക്വൻസി ഫീൽഡ്സ് എന്ന് പറയും. സോ ഈ ഹൈ ഫ്രീക്വൻസി ഫീൽഡ്സാണ് കൂടുതലും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ടാക്കുന്നത്. അപ്പം സോ അതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഹൈ ഫ്രീക്വൻസി ഫീൽഡ്സിന് ഒരു EMI is commonly associated with high frequency noise, which has several possible causes. Some more common high frequency sources are radio, television, microwave communication, towers, marine or land communication, atmospheric discharges, radio frequency heating equipment, adjustable speed drives, fluorescent light and electronic dimmers. This device produces interference ranging from a few kilohertz to hundreds of megahertz, perhaps higher. സോ അത് നമ്മൾ എന്താ പറയുക, ഹൈ ഫ്രീക്വൻസി ഇൻ്റർഫറൻസ് പറയാം. സോ ഹൈ ഫ്രീക്വൻസി ഇൻ്റർഫറൻസ് റേഡിയോ, TV, പിന്നെ എന്തൊക്കെയാണ്, റേഡിയോ, TV, ഹീറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, റേഡിയോ ഫ്രീക്വൻസി, പിന്നെ അറ്റ്മോസ്ഫറിക് ഡിസ്ചാർജ് എന്ന് വെച്ചാൽ ലൈറ്റിംഗ് ഒക്കെ നമുക്ക് ഹൈ ഫ്രീക്വൻസി ഇൻ്റർഫറൻസിൽ പറയാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ് നോക്കേണ്ടതെന്ന് വെച്ചാൽ EMI മിറ്റിഗേഷൻ ടെക്നിക്കാണ്. ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം.